കാണുന്നതിന് മുമ്പ് തന്നെ ചിത്രത്തെക്കുറിച്ച് ധാരാളം കേട്ടിരുന്നു. എന്നിട്ട് പോലും മറികടക്കാൻ കഴിയാത്ത അത്ഭുതമായിരുന്നു ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ. ഇന്നും അതങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. വിശേഷിച്ചും ഒഡേസ സ്റ്റെപ്പുകളിലുള്ള ആ ഒരു സീക്വൻസ്, സിനിമയുടെ ചരിത്രം മാറ്റിമറിച്ച ആ 7 മിനിറ്റുകൾ അത് കണ്ണിൽ നിന്ന് മായുന്നേയില്ല. അത് ശരിക്കും ഒരു വിപ്ലവം തന്നെയാണ് സിനിമയിലും രാഷ്ട്രീയത്തിലും. ചിത്രം സംവിധാനം ചെയ്ത സെർഗെ ഐസൻസ്റ്റൈൻ സിനിമയ്ക്ക് പുതിയൊരു ഭാഷ കണ്ടെത്തുകയായിരുന്നു എന്ന് വേണം പറയാൻ. മൊണ്ടാഷ് എന്നാണ് അതറിയപ്പെടുന്നത്. അത് പുതിയൊരു എഡിറ്റിംഗ് ശൈലിയാണ്. തീർത്തും വ്യത്യസ്തമായ 2 ദൃശ്യങ്ങൾ ഒന്നിച്ചു ചേർത്താൽ അത് പ്രേക്ഷകൻ്റെ മനസ്സിൽ ആ 2 ദൃശ്യങ്ങളിലും ഇല്ലാത്ത മൂന്നാമതൊരു പുതിയ ആശയം സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ കുറേ ഷോട്ടുകൾ ഒന്നിച്ചു ചേർക്കുമ്പോൾ അതിന് വേഗം കൈവരുന്നു. വൈകാരികമായ ഒരു ടെൻഷൻ സൃഷ്ടിക്കാൻ അതിന് കഴിയുന്നു. ഒടുവിൽ പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു. റഷ്യയുടെ അവസാനത്തെ സർ ചക്രവർത്തിയായ നിക്കോളാസ് രണ്ടാമൻ്റെ പട്ടാളക്കാർ സാധാരണ ജനങ്ങളെ ഒഡേസ സ്റ്റെപ്പുകളിൽ ഓടിച്ചിട്ട് കൊന്നൊടുക്കുന്നതാണ് ആ സീൻ. അതിൻ്റെ തീവ്രത മുഴുവനും ഉൾക്കൊള്ളാൻ മൊണ്ടാഷ് കൊണ്ട് സാധിച്ചു. പിന്നീട് വന്ന സിനിമകളെയൊക്കെ മൊണ്ടാഷ് സ്വാധീനിക്കുകയും ചെയ്തു. ഒരുപക്ഷെ അതുവരെ പ്രേക്ഷകർ വെറും കാഴ്ചക്കാർ മാത്രമായിരുന്നു. ഇപ്പോൾ അവരും ആ സൃഷ്ടിയുടെ ഭാഗമായി മാറുകയാണ്. അങ്ങനെ സിനിമയുടെ ഘടനയെ പൂർണ്ണമായി മാറ്റിമറിച്ച ഒരു കലാസൃഷ്ടിയായി ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ എന്നും സിനിമയുടെ ചരിത്രത്തിലുണ്ടാവും. 1925 പുറത്തിറങ്ങിയ സോവിയറ്റ് റഷ്യൻ സിനിമയായ ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ വെറുമൊരു കമ്മ്യൂണിസ്റ്റ് പ്രചാരണ ചിത്രമല്ല. അത് കലയുടെ, രാഷ്ട്രീയത്തിൻ്റെ, മാനുഷിക മൂല്യങ്ങളുടെ, പിന്നെ ദൃശ്യഭാഷാ പ്രയോഗത്തിൻ്റെ മനോഹരമായ ഒരു സംഗമമാണ്. 1905 റഷ്യൻ വിപ്ലവത്തിനെ ആസ്പദമാക്കിയാണ് അതിൻ്റെ കഥ രൂപപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യൻ ചക്രവർത്തിയുടെ നാവികസേനയുടെ യുദ്ധക്കപ്പലിൻ്റെ പേരാണ് പൊട്ടംകിൻ. നാവികരാണ് കലാപമുയർത്തുന്നത്. പുഴുവരിക്കുന്ന മാംസം ഭക്ഷിക്കാനായിട്ട് നൽകുന്നതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അത് പടർന്ന് ഒരു വിപ്ലവമായി മാറുകയാണ്. അതിഗംഭീരമാണ് ചിത്രം. ഇനിയും പൊട്ടംകിൻ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതൊരു അനുഭവമായിരിക്കും. ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ റിലീസ് ചെയ്തിട്ട് 100 വർഷങ്ങൾ ഇപ്പോൾ നമ്മൾ പിന്നിടുകയാണ്.